ഈ രോഗവും അസുഖമുള്ള വ്യത്യാസം എന്താണെന്നാ ചോദ്യം. രോഗം ശരീരഗതമായിട്ട് വരും. അത് സ്ഥൂല ശരീരത്തിനായാലും സൂക്ഷ്മ ശരീരത്തിനായാലും രോഗം വരും. ഇന്ദ്രിയങ്ങൾക്ക് ഈ സ്ഥൂല ശരീരത്തിന് ഒക്കെ രോഗം വരും. കാരണം ഇതെല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ അത് അസുഖമാവുന്നില്ല. അസുഖം എന്ന് പറഞ്ഞാൽ സുഖമില്ലായ്മയാണ്. ഖം ഇന്ദ്രിയങ്ങൾ അഥവാ ഖം ആകാശം, രണ്ടർത്ഥമാണ്. അപ്പൊ സുഷ്ഠു നല്ലതുപോലെയുള്ള ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും അവസ്ഥയാണ് സുഖം. അതൊരിക്കലും വിദ്വാൻമാർക്ക് ഇല്ലാണ്ടാവില്ല. എപ്പോഴും സുഖം. രോഗം വരും. ശരീരം പാഞ്ചഭൗതികമാണ്. രോഗം വരും. രോഗം വന്നാൽ രോഗം പോകും. രോഗങ്ങളെ അസുഖങ്ങളായി എടുക്കരുത്. അസുഖമുണ്ട് എന്ന് വന്നാൽ നമ്മൾ തളർന്നു, പിന്നെ ഒന്നിനും വയ്ക്കില്ല. അയ്യോ എനിക്ക് അസുഖമായേ. രോഗം ചെന്താ രോഗം വരില്ലേ? രോഗം വരണം. രോഗം വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴപ്പം. കാരണം പാഞ്ചഭൗതികമായ വാദപിത്ത കഫങ്ങളുടെ ഒരു 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 സമീകൃത ഭാവത്തിലിരിക്കുന്നതാ, ദോഷങ്ങളുടെ ഒരു ശാന്താവസ്ഥയിൽ ഇരിക്കുന്നതാ ശരീരം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ബാലൻസ് തകരാറിലാവും. ആവുന്നതൊക്കെ രോഗകാരണമാണ്. ആ അസുഖമായി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു. അസുഖമായ തളർന്നു. വയ്യാട്ടോ, ഒന്നിനും പറ്റില്ല, അസുഖമായി. അവനെ രക്ഷിക്കാൻ വൈദ്യർക്കല്ല, സാക്ഷാത് ധന്വന്തരിക്കും കഴിയില്ല. അതാ വ്യത്യാസം.